Hello dear students, in this class we are going to discuss about the inventions during the Industrial Revolution. The last class was about the inventions in the field of textiles and also the use of steam power, and these two inventions had in fact revolutionized production in those days. Okay, production became manifold, especially in the field of textiles. Now, this is a continuation of the last class where I'm going to here deal with the other major inventions and also a few names. So, let us discuss the slides. Now, I'm here going to first discuss about the change in the iron smelting method. SMELTING. Smelting എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ അതിൻ്റെ ഓർ ഈ അയിരിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇറ്റ് ഹാസ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഇംപ്യൂരിറ്റീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, വളരെയധികം ചൂടാക്കിയിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് മെൽറ്റ് ചെയ്യുക, ഈ ഹീറ്റിൽ വെക്കുക. അപ്പോൾ അത് അയൺ എപ്പോഴും വളരെയധികം ആവശ്യമാണ്. ഇവർക്ക് മെഷീൻസ് ഉണ്ടാക്കാനൊക്കെ വളരെയധികം ആവശ്യമാണ്. അപ്പം വളരെയധികം പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ആ ഒരു മേഖലയിൽ കാണുക. അയൺ മേക്കിംഗ്, അയൺ സ്മെൽറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു കാലഘട്ടം തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു പ്രീ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഹൗ വുഡ് വാസ് ലാർജ്ലി യൂസ്ഡ്. ഓക്കെ, മരം. അപ്പോൾ ഈ വുഡ് വാസ് ലാർജ്ലി യൂസ്ഡ് ആൻഡ് ആഫ്റ്റർ ദ ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ട്രീസ് ഫോർ ദിസ് പർപ്പസ് ദർ വാസ് എ ഷോർട്ടേജ്. ഓക്കെ, ലഭ്യത കുറഞ്ഞു. അപ്പം അടുത്ത ഒരു സംഭവം തപ്പിപ്പോണം. എന്താണ്, വാട്ട് കെൻ ബി യൂസ്ഡ് ആസ് ഫ്യൂവൽ? അങ്ങനെയാണ് ആൾക്കാർ എന്ത് എടുക്കുന്നത്? ദേ ആർ സ്റ്റാർട്ടഡ് യൂസിങ് ചാർക്കോൾ. ഓക്കെ, കോൾ. ഈ കോൾ എന്ന് പറയുന്ന സംഭവം ഇംഗ്ലണ്ടിൽ വളരെ അധികം ഉള്ളത് കൊണ്ടാണ് ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആദ്യം ഉണ്ടാവുന്നത്. So that was one of the major reasons why the industrial revolution began in England. Why? The availability of coal. Coal mines were in plenty in England. So that was a major reason. Now, that had a lot of problems, impurities when coal was used, you know. Adinte oru prashna undayirunnu. It really did not create a fruitful, effective method of smelting, iron smelting. അപ്പോൾ പകരം വേറൊരു മെത്തേഡ് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബൈ 1750 കോക്ക് വാസ് യൂസ്ഡ്. ഓക്കെ, കോക്ക് വാസ് യൂസ്ഡ്. അപ്പോൾ എന്തിന് പകരം? ചാർക്കോൾ, കോളിന് പകരം കോക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. സോ ദാറ്റ് ബിക്കെയിം successful, and you could see that this was used everywhere in almost all the iron smelting industries, the use of coke. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ് കോക്ക്. പിന്നെ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇതൊക്കെ ഇങ്ങനെ ഈ അയോണൊക്കെ ചൂടാക്കാനൊക്കെ ആയിട്ട് വലിയ ഫേർണസസ് വേണം. സോ ഇൻ 1709 a major discovery was made by Abraham Darby. Okay, ആളുടെ പേര് ഓർക്കുക, Abraham Darby. So he made his invention was called the blast furnace. Okay, അത് കോൾബ്രൂക്ക്ഡെയിൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം തുടങ്ങുന്നത്, ബ്ലാസ്റ്റ് ഫേർണസ്. അപ്പോൾ എബ്രഹാം ഡർബിൻ്റെ ബ്ലാസ്റ്റ് ഫേർണസ് ആണ്. ഓക്കെ, ഇനി ഇതിവിടെ നിങ്ങൾക്ക് കൊടുത്തുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് പിഗ് അയൺ ആണ്. ദിസ് വാസ് എ കൈൻഡ് ഓഫ് അയൺ വിച്ച് വാസ് ലാർജ്ലി ഇൻ യൂസ്. ഇമേജിൽ നോക്കൂ, പിഗ് അയൺ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ പിഗ് അയൺ എന്തുകൊണ്ടാണ് ഈ പേര്? വളരെ രസകരമായ ഒരു പേരാണല്ലേ, പിഗ് അയൺ. എന്തുകൊണ്ടാണ് ഈ പേര് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പന്നിക്കുട്ടികൾ പാല് കുടിക്കുന്ന കണ്ടോ, അമ്മയുടെ പാല് കുടിക്കുന്ന അടുപ്പിച്ചടുപ്പിച്ച് കുറേ എണ്ണം ഉണ്ടാവും. അപ്പോൾ പിഗ്ലെറ്റ്സ് എന്നാണ് പറയുക, പന്നിക്കുട്ടികളെ. അപ്പം അതിന് സാമ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് പിഗ് അയൺ എന്ന് പറയുന്നത്. ഈ പിഗ് അയൺ ആണ് അതൊരു ടൈപ്പ് ഓഫ് അയൺ ആണ്. റോട്ട് അയൺ വേറെ ഉണ്ട്, WROUGHT. ദിസ് ഇസ് പിഗ് അയൺ. ദിസ് വാസ് വൈഡ്ലി യൂസ്ഡ്. അപ്പം ഈ ഒരു പിഗ് അയൺ എന്ന് പറയുന്ന അയണിന് ആണ് ഒരുപാട് മെത്തേഡ് അവർ വിധേയമാക്കുന്നത്. സോ എന്തൊക്കെയാണ് അവർ മാറ്റങ്ങൾ? ഹൗ ഡിഡ് ദേ ട്രൈ ടു ബ്രിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ കൺസിസ്റ്റൻസി ഓഫ് പിഗ് അയൺ? അതിന് എന്തൊക്കെയാണ് ചെയ്തത്
ചോദിച്ചാൽ യു ക്യാൻ സീ ദ പഡ്ലിംഗ് പ്രോസസ്. അത് മെത്തേഡ് ടു ഡീകാർബറൈസ് ദ കാർബൺ കണ്ടന്റ് ആണ്. പഡ്ലിംഗ് പ്രോസസ് എന്ന് ഓർത്താൽ മതി. അത് എന്തിനു സഹായകമാക്കുന്നു? പ്രൊഡ്യൂസ് ഗ്രേഡ് അയേൺ അറ്റ് എ ലോവർ കോസ്റ്റ്. അതായത് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെയാണ് കൂടുതൽ അയേൺ ഉണ്ടാക്കാം. ഗ്രേഡ് അയേൺ അറ്റ് എ ലോവർ കോസ്റ്റ്. അപ്പം പഡ്ലിംഗ് പ്രോസസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ വേറൊന്ന് ദ റോളിംഗ് മിൽ. റോൾ ചെയ്യുന്ന നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം, അയൺ ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ഉരുട്ടുന്ന റോളില്ലേ, അതുപോലെ ഹ്യൂജ് റോൾസ് വേ യൂസ്ഡ്. അപ്പോൾ അതിന് ഷീറ്റ് പോലെ ആക്കി കിട്ടും. അതാണ് റോളിംഗ് മിൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ഇങ്ങനെ റോട്ട് അയൺ ആണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അതിനെ ഷീറ്റ് പോലെ ആക്കി പരത്തി ഒരേ യൂണിഫോം സൈസിലേക്ക് കിട്ടാൻ ആണ് അത് റോൾ ചെയ്യുക എന്നുള്ള മീനിങ്. പിന്നെ ഉള്ളത് ഹോട്ട് ബ്ലാസ്റ്റ്. That is in 1828. So this again was a major change in the iron production. Hot blast എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അയൺ സ്മെൽറ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് കാര്യമായ അയൺ വളരെയധികം ആവശ്യമുണ്ടായിരുന്നു. ലാർജ് സ്കെയിൽ യൂസ് ഓഫ് അയൺ വാസ് there. So this method really helped to make that process much more simpler and easier. ആൻഡ് ഓൾസോ കോസ്റ്റ് എഫക്റ്റീവ്, അതായത് ചിലവ് ചുരുങ്ങിയ രീതിയിൽ. ഇനി കെമിക്കൽസിനെ പറയുകയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുക കെമിക്കൽസ്. ഇപ്പോൾ കെമിക്കൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരുപാട് ആസിഡ്സ് കണ്ടുപിടിക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന് സൾഫ്യൂറിക് ആസിഡാണ്. ദിസ് വാസ് ജോൺ റിബക്ക്. അപ്പോൾ ഇദ്ദേഹമാണ് 1746 എന്ത് കണ്ടുപിടിക്കുന്നത്? സൾഫ്യൂറിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂറിക് ആസിഡ് കൊണ്ടുള്ള ഗുണം ആ കാലഘട്ടത്തിൽ തുടക്കത്തിൽ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ അയോണിൻ്റെയും സ്റ്റീലിൻ്റെയും മേലേക്കുള്ള ഒരു ഡസ്റ്റ് നീക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ക്ലോത്ത്, തുണി ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്ത് കറയൊക്കെ ആവുമല്ലോ, അപ്പോൾ അത് ബ്ലീച്ച് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു ബ്ലീച്ച് വൈറ്റിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ഏത് കളർ വേണമെങ്കിൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് എന്താണ് നമ്മളുടെ സൾഫ്യൂറിക് ആസിഡ്. അപ്പോൾ കെമിക്കലിൽ നോക്കൂ, കുറേ അധികം കെമിക്കൽസ് ഉണ്ട്, ബട്ട് ഐ എം ഹിയർ ഡിസ്കസിങ് സൾഫ്യൂറിക് ആസിഡ്. പിന്നെ വേറെ ഒന്നത്, ദിസ് വാസ് റിഗാർഡ് ടു ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. വിത്ത് റിഗാർഡ് ടു ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി യു കുഡ് സീ ഹൗ സിമെൻറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1824 ബൈ ജോസഫ് ആസ്ഡിൻ. ജോസഫ് ആസ്ഡിൻ എന്ന് പറയുന്ന ഹി വാസ് എ ബ്രിട്ടീഷ് ബ്രിക്ക് ലെയർ. ഓക്കെ, അദ്ദേഹം പിന്നെ ഒരു ബിൽഡറായി. അപ്പോൾ സാധാരണ പോലെ നിങ്ങൾ വിചാരിക്കും ഇത് സയൻറ്റിസ്റ്റുകളാണ് എല്ലാം കണ്ടുപിടിച്ചതെന്ന്. അല്ല, സാധാരണ ആൾക്കാർ അവർക്കൊരു ആവശ്യം വരുമ്പം ദേ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ ദേ ബിക്കെയിം ഇൻവെൻറ്റേഴ്സ്. അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹം കണ്ടുപിടിക്കുന്നത് സിമെൻ്റ് ആണ്. ആൻഡ് ദാറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി ഇൻ ബിൽഡിംഗ് ട്രേഡ്. പിന്നെ അടുത്ത് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഒരുപാട് തുണി വരുന്നു, അയേൺ ഒരുപാട് മെഷീൻ പ്രോഡക്ട്സ് വരുന്നു. ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുക. So the condition before the Industrial Revolution or in the pre-Industrial Revolution days, you could see how the roads were in a very bad condition. വളരെ മോശമായ അവസ്ഥയിലാണ്, ആരും മാനേജ് ഒന്നും ചെയ്യുന്നില്ല. കെനാൽസ് ആയാലും they were not in a good condition. അപ്പോൾ ഇതൊക്കെ മാറ്റിയാൽ മാത്രമേ എന്ത് സുഗമമാവുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ, യാത്ര. അപ്പോൾ വലിയ കണ്ടെയ്നേഴ്സും ലോറിയല്ല വലിയ കണ്ടെയ്നേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ അത് ട്രാവൽ ചെയ്യണം. അപ്പം ഇത് ഈ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത് അവർ ഉപയോഗിച്ചിരുന്നത് വാഗൺ വേസ് ആണ്. ഓക്കെ, വാഗൺ വേ എന്ന് പറയുമ്പം ഈ കുതിരയാണ് ഈ ഒരു വണ്ടീൻ്റെ മുമ്പിൽ അറ്റാച്ച് ചെയ്യുന്നത്, കുതിരേനെ. അപ്പോൾ കുതിര ഇങ്ങനെ വരികയും പാളം ഉണ്ടാവും, ചെറിയ പാളം. ആ കുതിര അതിനാണ് പറയുന്നത് വാഗൺ വേസ്. അപ്പോൾ അത് അത്ര ഇഫക്റ്റീവാണ്, കാരണം കുതിരയെ നമുക്ക് അത്രത്തോളം സ്പീഡ് എത്ര കാലം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നെറ്റ്വർക്കുകളെ പറ്റി ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. സോ റോഡ് നെറ്റ്വർക്ക് ആദ്യം എടുക്കുകയാണെങ്കിൽ യു ഹാവ് ടു നോ ദാറ്റ് ദർ വെയർ ടേൺ പൈക്ക് ട്രസ്റ്റ്, TURNPIKE, ടേൺ പൈക്ക് ട്രസ്റ്റ് എന്ന് പറയില്ല, ട്രസ്റ്റ് TRUST. ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾ തുടങ്ങുകയാണ് ചെയ്തത്. ഇത് വെച്ചാൽ ഒരു ട്രസ്റ്റാണ്. നമ്മളിപ്പം ഈ കടവിൽ കൂടെയൊക്കെ നിങ്ങൾ കുറച്ച് കാലം കൂടെ പോയപ്പോഴേക്കും നിങ്ങൾക്കറിയാം നമ്മൾ ടോൾ കൊടുത്തിരുന്നു അല്ലേ. നമ്മൾ എല്ലാപ്പോഴും അങ്ങനത്തെ ഒരു പാലത്തൂർ കിടക്കുമ്പോൾ നമ്മൾ ടോൾ കൊടുക്കും. അപ്പോൾ അതെന്തിനാണ്? മെയിൻ്റനൻസ് ഓഫ് ദ റോഡ്. ആ ടോള് അത് കൺസ്ട്രക്ഷൻ ചിലവിലേക്കാണ് അത് പോകുന്നത്. അപ്പം ഈ ടേൺ പൈക്ക് ട്രസ്റ്റ് വെയർ അപ്പോയിൻറ്റഡ് ആൻഡ് ദേ in fact took the responsibility of constructing roads. Such roads were known as turnpike road networks. അങ്ങനെ raw materials and finished products could be moved easily with the help of roads. അടുത്ത സ്ലൈഡ്.
പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ യു ക്യാൻ സീ ഹൗ ഇൻ ദ കേസ് ഓഫ് സ്റ്റീം ബോട്ട്സ്. ഓക്കെ, സ്റ്റീം ബോട്ട്സ് എന്ന് പറയുന്ന സംഭവം വേറെ, അത് കനാൽസിൽ ഒക്കെ ഉപയോഗിക്കുന്നതാണ് സ്റ്റീം ബോട്ട്സ്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഓർക്കേണ്ട എഞ്ചിനീയറുടെ പേര് റോബർട്ട് ഫൾട്ടൺ എന്നുള്ളതാണ്. റോബർട്ട് ഫൾട്ടൺ, അദ്ദേഹം നോർത്ത് റിവർ സ്റ്റീം ബോട്ട്. അപ്പോൾ അത് ദാറ്റ് വാസ് ഒരു കമേഴ്ഷ്യലി ഒരു മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാഡിൽ സ്റ്റീമാണ്. സ്റ്റീം വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോട്ടാണ് സ്റ്റീം ബോട്ട്. ഫാസ്റ്റർ ആയിരുന്നു എന്നുള്ളതാണ്. കുറേ, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കേണ്ട കനാൽ റോഡും കനാലും ഒക്കെ തന്നെ മാറ്റുകയാണ്. ഇപ്പം റോഡിലെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് മക്കാഡമൈസ്ഡ് റോഡാണ്, ഞാനിപ്പോൾ പറയും. അപ്പം ഈ ഒരു സ്റ്റീം ബോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ദേ കുഡ് ബി യൂസ്ഡ് ഇൻ കനാൽസ് ആൻഡ് യു കുഡ് ഓൾസോ നോ ദാറ്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ ഈ കനാലൊക്കെ കുറേ സ്ട്രെയിറ്റൻ ചെയ്യുന്നത്. കേർവ്സ് ഒക്കെ ഉണ്ടാവല്ലോ, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ കേർവ്സ് ഒക്കെ മാറ്റി സ്ട്രെയിറ്റ് ആക്കിയിട്ടുള്ള കനാൽസ് ഒക്കെ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ റോബർട്ട് ഫൾട്ടണിൻ്റെ പേര് ആലോചിക്കുക. സ്റ്റീംഷിപ്പ്, ഇത് ഷിപ്പാണ്. അപ്പോൾ ട്രാൻസ് ഓഷ്യാനിക് വോയേജസ്, ഒരു ഓഷ്യൻ മറ്റേ ഓഷ്യനിലേക്ക്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഷിപ്പ് ദാറ്റ് ഡിഡ് ദ ട്രാൻസ് ഓഷ്യാനിക് വോയേജ് വാസ് സാവന്ന. ദാറ്റ് വാസ് ഇൻ 1819. ഓക്കെ, അത് ഇറ്റ് സെയിൽ ഫ്രം ജോർജിയ ടു ലിവർപൂൾ. 27 ദിവസമാണ് എടുത്തത് സാവന്ന. എനിക്ക് റോഡിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും കൂടെ കുറച്ചും കൂടെ മാറ്റങ്ങൾ ഇവിടെ പറയാൻ പോവാണ്. റോഡിൽ സ്റ്റീംഷിപ്പും റോഡും കനാൽസും ഒക്കെ കൺസ്ട്രക്ഷൻ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പ്രധാനമായിട്ടൊരു മാറ്റം റോഡിലെ മെത്തേഡിലാണ്. ഓക്കെ, ഈ 2-3 പേരുടെ പേര് നിങ്ങൾ ഓർക്കണം. ജോൺ മെറ്റ്കാഫ്, തോമസ് ചെറ്റ്ഫോർഡ് ആൻഡ് ജോൺ മെക്കാഡം. ജോൺ മെക് ആഡം എന്ന് ഓർക്കുക. അദ്ദേഹം ഒരു റോഡ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ റോഡിൻ്റെ പേരാണ് മെക്കാഡമൈസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് മെക്കാഡമൈസ്ഡ് റോഡ്സ് എന്ന് പറയുന്നത് 1816. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു ദ ഇമേജ്. ഇതാണ് മെക്കാഡമൈസ്ഡ് റോഡ്. ഓക്കെ, അതായത് വലിയ ഇങ്ങനെ ഉരുളൻ കല്ലുകൾ റോഡ് ഉണ്ടാക്കുന്നതിൽ ഇടുകയാണ്. എന്നിട്ട് അതിങ്ങനെ ക്രഷ് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങളുടെ ഒരു സമതല നോക്കാൻ നിങ്ങൾക്ക് അറിയാം, കുറേ കല്ല് പോലെ ഇങ്ങനെ കാണാം. ഇത്തരത്തിലുള്ള റോഡുകൾ ഉണ്ടാകും. കുറച്ചുകൂടെ ദേ വെയർ മച്ച് മോർ ഹാർഡർ, ദേ വെയർ സ്റ്റേഡിയർ റോഡ്സ്, കുറച്ചുകൂടെ ഹാർഡായിട്ട്, അതായത് വലിയ കണ്ടെയ്നേഴ്സ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ കുഴിയൊക്കെ വരുമല്ലോ, അത്തരത്തിലുള്ള റോഡുകളെയാണ് വിളിക്കുന്നത് മെക്കാഡമൈസ്ഡ് റോഡ്സ്. അപ്പോൾ മെക്കാഡമൈസ്ഡ് റോഡ്സ് ഒരുപാട് വന്നു. ദാറ്റ് ക്രിയേറ്റഡ് എ റെവല്യൂഷൻ. കനാൽസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇന്നോവേഷൻസ് ആണ് കനാൽസ് വരുന്നത്. കനാൽ മാനിയ എന്ന് വരെ വിളിക്കും. കാരണം കനാൽ മാനിയ എന്ന് പറഞ്ഞാൽ കനാലിനെ മാറ്റുക, പുതിയ രീതികൾ കൊണ്ടുവരിക. അപ്പോൾ കനാൽ മാനിയ, മെക്കാഡമൈസ്ഡ് റോഡ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലെ പ്രധാനമായ മാറ്റങ്ങൾ. ഓക്കെ, കനാൽസ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ സ്ലൈഡാണ്. കനാൽ മാനിയ ഇപ്പോൾ ഞാൻ പറഞ്ഞു. കനാൽ മാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനാൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല രീതി, ഒരു ആവേശം പോലെ. മാനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശം. കനാൽസിൽ കൂടെ എങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബ്രിഡ്ജ് വാട്ടർ കനാൽ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് കനാൽസ് കൺസ്ട്രക്റ്റഡ്. പിന്നെ ഉള്ളത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയാൻ പറ്റുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പറയാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും വലിയ ലോഡൊക്കെ ഇപ്പം വേറൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം ഇന്ത്യയിലേക്കൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഉറപ്പാക്കും, എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ കൊമേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് തുടങ്ങിയതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. ദാറ്റ് വാസ് അഗൈൻ എ വെരി ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ആൻഡ് ദാറ്റ് യു ക്യാൻ സീ ഹൗ സാമുവൽ F.B. മോർസ് എന്ന് പറയുന്ന ആൾ ഒരു കോഡ് കൊണ്ടുവരികയാണ്. ദാറ്റ് വാസ് നോൺ ആസ് എ മോഴ്സ് കോഡ്. അത് ടെലിഗ്രാഫ് എന്ന് പറയുന്ന സിസ്റ്റം, ടെലിഗ്രാം അയക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015 വരെ ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഐ ബിക്കെയിം റിഡണ്ടൻ്റ് ആക്കി. കാരണം വി ഹാവ് ദ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, ഇമെയിൽസ്, പിന്നെ ആരാണ് ടെലിഗ്രാം അയക്കുക. അതുകൊണ്ട് അങ്ങനെയാണ് അത് നിന്ന് പറ്റൂ. 2015 വരെയൊക്കെ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ ഡെസർട്ടേഷനൊക്കെ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാഫ് സിസ്റ്റം ഓഫ് ഇന്ത്യ. അപ്പം ഇപ്പം അതൊക്കെ പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ കാലഘട്ടം കഴിഞ്ഞത് അങ്ങോട്ട് ഇല്ലാതെ ആവുമല്ലോ. പക്ഷേ എന്നാലും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രിക് ടെലിഗ്രാഫ് എന്ന് പറയുന്നത് മോർസ് കോഡ് നിങ്ങൾക്ക് അങ്ങനെ എക്ക് പകരം ഒരു സിമ്പിൾ, ദിസ് ഇസ് കോഡ്, ഇങ്ങനെ കോഡാണ് ഉണ്ടാവുക. ഇതാണ് ടെലിഗ്രാം ഫെസിലിറ്റി. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് ടെലിഫോണാണ്. ദാറ്റ് വാസ് 1876 when Alexander Graham Bell came up with the telephone. അപ്പോൾ അത് സക്സസ്ഫുള്ളി ട്രാൻസ്മിറ്റഡ് സൗണ്ട്. ഓക്കെ, അത് ഹ്യൂമൻ വോയിസ് ഇങ്ങനെ വേവ്സ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എത്തുന്നതാണ് ടെലിഫോൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഓൾസോ, അപ്പോൾ നമ്മൾക്കറിയാം 1857 റിവോൾട്ട് വാസ് എ ഫെയിലിയർ ഇൻ ഇന്ത്യ. As far we
considered as the first war of Indian independence. പരാജയപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? The company in fact had the full control of the communication facility. ടെലിഗ്രാഫും ടെലിഗ്രാമും ഒക്കെ ടെലിഫോണും ഒക്കെ അവരെ കൺട്രോളിലാണ്. സോ ഈസിലി ദേ കുഡ് കമ്മ്യൂണിക്കേറ്റ്. ലഹളക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, സിപ്പോയ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ സൈഡിന് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഏത് മേഖല, പൊളിറ്റിക്സ് എടുത്താലും ട്രേഡ് നോക്കിയാലും കൊമേഴ്സ്, എനിത്തിങ് ദാറ്റ് യു ടേക്ക്, യു ഹാവ് ടു നോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഇനി അടുത്തത് ഹാർനസിങ് ഇലക്ട്രിസിറ്റി. അപ്പം കോളും ഒക്കെ മാറിയിട്ട് നമ്മളിപ്പം വേറൊരു പുതിയൊരു പവറിലേക്ക് വരികയാണ്. ഓക്കെ, ദിസ് ഇസ് അഗൈൻ ഇപ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന പവറാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദേ ട്രൈ ടു ഹാർനസ്, കൺട്രോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ആളുടെ പഠനം, ദാറ്റ് വാസ് അബൌട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് സ്കൂളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു ഓർമ്മയ്ക്കണം. ഇലക്ട്രോ മാഗ്നറ്റിസം, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ. സോ ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ലോട്ട് ഓഫ് തിയറീസ് and principles. അപ്പം അതൊക്കെയാണ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞത്. സോ ഐ ഹാവ് നൗ given you the major discoveries of the period, which include the fields of textile industry, then steam power, then building industry, communication, transportation, and also iron smelting. So these were the major changes which created what you can call as a revolution in productivity. Okay, അപ്പം എല്ലാ പേരുകളും പഠിക്കുക, എല്ലാ വർഷങ്ങളും പഠിക്കുക, മെത്തേഡ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ്. ഐ ബി കമ്മിങ് ബാക്ക് വിത്ത് ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. വി ഓൾസോ ഹാവ് ടു ഡിസ്കസ് ഓൺ ദ ചേഞ്ചസ് ദാറ്റ് വെയർ മെയ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, ദാറ്റ് വാസ് നോൺ ആസ് ദ agricultural or agrarian revolution in the coming class. Okay, thank you.